ഇന്ത്യയുടെ നിഗൂഢ ഗുഹാചിത്രങ്ങളുടെ ഡീകോഡിംഗ്. ഗുഹാഭിത്തികളിലെ ആ പുരാതന കൈമുദ്രകൾ യഥാർത്ഥത്തിൽ ചരിത്രാതീത കാലത്തെ ഹൈഫൈവ് ആയിരുന്നോ എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അല്ലായിരിക്കാം. പക്ഷെ ഇന്ത്യയിലെ ഗുഹാചിത്രങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ വിചിത്രമാണ്. 10,000 വർഷം പഴക്കമുള്ള റോക്ക് ആർട്ട് നോക്കി ഭീംബെട്കയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് മനോഹരമായ ചിത്രങ്ങൾ മാത്രമല്ല, ഭൂകമ്പങ്ങളെയും സാമ്രാജ്യങ്ങളെയും അനന്തമായ മഴക്കാലങ്ങളെയും അതിജീവിച്ച ഇന്ത്യയുടെ നിഗൂഢ ഗുഹാചിത്രങ്ങളെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും രസകരമായ ഭാഗമാണോ ഇത്? ക്രമരഹിതമായ ഡൂഡിലുകളല്ല ഇവ. പുരാവസ്തു ഗവേഷകർ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്ന സങ്കീർണമായ ദൃശ്യ ഭാഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കണക്കുകൂട്ടിയ സന്ദേശങ്ങളാണിവ. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കാട് കയറുന്നത്. 100 കണക്കിന് മൈലുകൾ അകലെയുള്ള സ്ഥലങ്ങളിൽ ഒരേ ചിഹ്നങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സമ്പർക്കത്തിന്റെ ഒരു തെളിവുമില്ലാതെ. അപ്പോൾ അവർ കൃത്യമായി എന്താണ് ഞങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്? നമുക്ക് ഇന്ത്യയിലെ പ്രധാന ഗുഹാചിത്ര സ്ഥലങ്ങളെ കുറിച്ച് പരിശോധിക്കാം. പുരാതന ക്യാൻവാസുകളെ കുറിച്ച് നമുക്ക് ആദ്യം ഭീംബെട്ക റോക്ക് ഷെൽട്ടറുകളെ കുറിച്ച് പഠിക്കാം. കല്ലിലെ ഏറ്റവും പഴയ കഥകൾ. എപ്പോഴെങ്കിലും ഒരു മ്യൂസിയത്തിലൂടെ നടന്ന് 30,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭീംബെട്കയിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ടതില്ല. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ അതിൽ തന്നെ നിൽക്കുകയാണ്. മധ്യപ്രദേശിലെ ഈ ശിലാ ഷെൽട്ടറുകൾ വെറും പഴയതല്ല, അവ അതിശയകരമാംവിധം പുരാതനമാണ്. മനുഷ്യർ ഈ നാഗരികത മുഴുവൻ കണ്ടെത്തുമ്പോൾ സൃഷ്ടിച്ച ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 1957 പുരാവസ്തു ഗവേഷകനായ VS യാദൃശികമായി കണ്ടെത്തിയ ഈ ഷെൽട്ടറുകളിൽ മെസോലിത്തിക് മുതൽ മധ്യകാലഘട്ടം വരെയുള്ള ചിത്രങ്ങളുള്ള 700-ലധികം ശിലാ ഷെൽട്ടറുകൾ അടങ്ങിയിരിക്കുന്നു. കലാസൃഷ്ടി ആകർഷകമാണ്. കുന്തങ്ങളുമായി മാനുകളെ പിന്തുടരുന്ന വേട്ടക്കാരെയും സമൂഹ നൃത്തങ്ങളെയും പ്രസവരംഗങ്ങളെയും ആ പ്രദേശത്ത് ഇനി ഒരിക്കലും ചുറ്റിത്തിരിയാത്ത ചില മൃഗങ്ങളെയും നിങ്ങൾ കാണും. ചുവപ്പും വെള്ളയും നിറമുള്ള പിഗ്മെന്റുകൾ എങ്ങനെയോ സഹസ്രാബ്ദങ്ങളെ അതിജീവിച്ചു. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ലോകത്തിന്റെ കഥകൾ പറയുന്നു. ചില ചിത്രങ്ങൾ എത്രത്തോളം പരിചിതമാണെന്ന് തോന്നിപ്പിക്കുന്നതിൽ അതിശയോക്തിയുണ്ട്. ഒരു കുഞ്ഞിനെ എടുത്തുയർത്തുന്ന അമ്മ, വിജയകരമായി വേട്ടയാഘോഷിക്കുന്ന വേട്ടക്കാർ, ആളുകൾ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു. അതങ്ങനെയാണ്. മനുഷ്യരുടെ ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല. അടുത്തതായി നമുക്ക് അജന്ത ഗുഹകളിലേക്ക് പോകാം. ബുദ്ധകലയും ആഖ്യാനങ്ങളും. അജന്ത ഗുഹകൾ വ്യത്യസ്തമാണ്. മഹാരാഷ്ട്രയിലെ വാഗോര നദിക്കരയിൽ കുതിരലാടത്തിന്റെ ആകൃതിയുള്ള ഒരു പാറക്കെട്ടിൽ വെട്ടിയെടുത്തിരിക്കുന്ന ഈ 30 പാറയിൽ കൊത്തിയ ബുദ്ധ ഗുഹാസ്മാരകങ്ങൾ BC 2-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം AD 609 വരെ നീളുന്നു. ഭീംബെട്കയിലെ ലളിതമായ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അജന്തയിൽ സങ്കീർണമായ കലാവൈഭവം പ്രദർശിപ്പിക്കുന്നു. അത് നിങ്ങളെ നിശബ്ദരാക്കും. ഈ ചിത്രങ്ങൾ ഫ്രെസ്കോ സാങ്കേതികത അടിസ്ഥാനപരമായി നനഞ്ഞ കുമ്മായ പ്ലാസ്റ്ററിൽ വരയ്ക്കുന്നത്. ആ ഫ്രെസ്കോ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്. കൂടാതെ ബുദ്ധന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള വിപുലമായ ബുദ്ധമത ഇതിഹാസങ്ങളും ജാതക കഥകളും ചിത്രീകരിക്കുന്നു. അജന്തയെ സവിശേഷമാക്കുന്നത് വെറും കലാപരമായ വൈദഗ്ധ്യമല്ല, കഥ പറച്ചിലുമാണ്. ഈ ചുവരുകൾ ദൃശ്യപരതകളുടെ പൂർണ്ണമായ വ്യാഖ്യാനങ്ങൾ പറയുന്നു. കഥാപാത്രങ്ങളെ അവരുടെ ആത്മീയ യാത്രകളിലൂടെ പിന്തുടരുന്നു. താമരപ്പൂവ് പിടിച്ചിരിക്കുന്ന ബോധിസത്വൻ, പത്മപാണി, ബുദ്ധന്റെ പ്രലോഭനം, രാജകീയ ദർബാറുകളുടെയും ഗ്രാമജീവിതത്തിന്റെയും ദൈനംദിന രംഗങ്ങൾ എന്നിവ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രശസ്തമായ പെയിന്റിംഗ്, ഒരുപക്ഷെ മരിക്കുന്ന രാജകുമാരി, യഥാർത്ഥത്തിൽ മായയുടെ സ്വപ്നത്തെ ചിത്രീകരിക്കുന്നു. ഈ പുരാതന വർണ്ണങ്ങളിൽ പകർത്തിയിരിക്കുന്ന വികാരം അവിശ്വസനീയമാംവിധം ആധുനികമായി തോന്നുന്നു. ദുഃഖം, അനുകമ്പ, അത്ഭുതം എല്ലാം പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് എല്ലോറയുടെ ഹിഡൻ ഗ്യാലറികൾ. എല്ലോറയെ അതിന്റെ മനോഹരമായ ക്ഷേത്ര വാസ്തുവിദ്യയുടെ പേരിൽ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത നമ്മുടെ മനസ്സിനെ അമ്പരപ്പിക്കുന്ന കൈലാസ ക്ഷേത്രം. എന്നാൽ അത്ര അറിയപ്പെടാത്ത നിധി അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പെയിന്റ് ചെയ്ത ഗാലറികൾ തന്നെയാണ്. ഔറംഗാബാദിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 34 ഗുഹകൾ AD 6-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ സൃഷ്ടിക്കപ്പെട്ട ബുദ്ധ, ഹിന്ദു, ജൈന പാരമ്പര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. നിരവധി സന്ദർശകർ വാസ്തുവിദ്യ അത്ഭുതങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പെയിന്റ് ചെയ്ത ഇന്റീരിയറുകൾ ഒരുപോലെ ശ്രദ്ധേയമായ കഥകൾ പറയുന്നു. 16-ാം ഗുഹയിലെ അതിജീവിച്ച ചിത്രങ്ങൾ ശിവന്റെയും പാർവതിയുടെയും ഉജ്ജ്വലമായ ദൃശ്യങ്ങൾ കാണിക്കുന്നു.
ഇതിലെ ഡീറ്റെയിലിംഗ് വളരെ മികച്ചതാണ്. അവ 1200 വർഷങ്ങൾക്ക് മുമ്പല്ല, ഇന്നലെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ കരുതും. ബുദ്ധഗുഹകളിൽ മണ്ഡലങ്ങളും ബോധിസത്വങ്ങളുടെ ചിത്രീകരണങ്ങളുമുണ്ട്. അവ വളരെ ശാന്തമായ ഭാവങ്ങളുടെ മുറിയിലുടനീളം നിങ്ങളെ പിന്തുടരുന്നതായി തോന്നും. എല്ലോറയിലെ ചിത്രങ്ങൾ ഏറ്റവും ആകർഷകമായത് അവ മതപരമായ ഐക്യം എങ്ങനെ പ്രകടമാക്കുന്നു എന്നതാണ്. ഹിന്ദു, ബുദ്ധ, ജൈന കലാപാരമ്പര്യങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് കടമെടുക്കുന്നു. അക്കാലത്ത് പോലും കലാപരമായ കൈമാറ്റം നടന്നിരുന്നുവെന്ന് ഇത് കാണിക്കുന്നു. അടുത്തത്, ഉപഭൂഖണ്ഡത്തിലുടനീളമുള്ള അത്ര അറിയപ്പെടാത്ത ചില സ്ഥലങ്ങളിലും നമുക്ക് പോകാം. പ്രശസ്തമായ സ്ഥലങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ ഒളിച്ചിരിക്കുന്ന പെയിന്റ് ചെയ്ത ചില നിധികൾ ഉണ്ട്. അവ പലയിടത്തും നിറഞ്ഞിരിക്കുന്നു. അവ പല ഗൈഡ് പുസ്തകങ്ങളുടെയും പട്ടികയിൽ ഇടം നേടുന്നില്ല. കേരളത്തിലെ ഇടയ്ക്കൽ ഗുഹകളിൽ BC 6000 കാലഘട്ടത്തിലെ ശിലാ കൊത്തുപണികൾ ഇന്ത്യയിൽ ഇവയിൽ മറ്റൊരിടത്തും കാണാത്ത ഉയർത്തിയ മുടിയും അതുല്യമായ ജാമിതീയ പാറ്റേണുകളുമുള്ള മനുഷ്യരൂപങ്ങളെ കാണിക്കുന്നു. ഛത്തീസ്ഗഡിൽ സിംഗൻപൂരിലും റായ്ഗഡിലും പുതുതായി കണ്ടെത്തിയ ചിത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഗോത്രകലാ പാരമ്പര്യങ്ങളുമായുള്ള ആകർഷകമായ ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്നു. ചില പ്രാദേശിക സമൂഹങ്ങളിൽ നിന്ന് ശ്രദ്ധേയമായി സമാനമായ ഡിസൈനുകൾ സൃഷ്ടിക്കുന്നു. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന കലാപരമായ തുടർച്ചയെ, യാത്രയെ സൂചിപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ സിത്തനവാസലിലെ ജൈന ഗുഹകളിൽ 7ാം നൂറ്റാണ്ടിലെ താമരക്കുളങ്ങളുടെയും നർത്തകരുടെയും സൂക്ഷ്മമായ ചിത്രങ്ങൾ കാണാം. ഈടു നിൽക്കുന്നതിനായി മുട്ടയുടെ വെള്ളയുമായി പെയിന്റ് കലർത്തിയിരിക്കുന്ന ഒരു സാങ്കേതികത ഉപയോഗിച്ചാണ് ഇവ വരച്ചിരിക്കുന്നത്. മുംബൈക്കടുത്തുള്ള ഗൻചന്ദ് ഗുഹകളിൽ പുരാവസ്തു ഗവേഷകർ ജ്യോതിശാസ്ത്ര ചാർട്ടുകളും കലണ്ടറുകളും അടങ്ങിയിരിക്കുന്നു. ഇവ വെറും അലങ്കാരങ്ങളല്ല, മറിച്ച് ആകാശ ചലനങ്ങളെ പിന്തുടരുന്ന പ്രവർത്തനപരമായ ചിത്രങ്ങളായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഈ അത്ര പ്രാധാന്യമല്ലാത്ത സ്ഥലങ്ങളെ സവിശേഷമാക്കുന്നത് അവ എപ്പോഴും ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നതാണ്. പുതിയ കണ്ടെത്തലുകൾ വർഷത്തോറും സംഭവിക്കുന്നു. പുരാതന ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് നമുക്കറിയാമെന്ന് കരുതിയ കാര്യങ്ങൾ പഴയ കാലത്തിൽ നിന്നുള്ള ഓരോ പുതിയ പെയിന്റ് ചെയ്ത കൈയെഴുത്തുകളും ഉപയോഗിച്ച് മാറ്റി എഴുതാൻ ഇത് നമ്മെ നിർബന്ധിതരാക്കുന്നു. നമുക്കിനി ഇന്ത്യൻ ഗുഹാകലയുടെ പരിണാമം, അതിന്റെ സമയരേഖ മനസ്സിലാക്കലിനെ പരിശോധിക്കാം. ചരിത്രാതീത കാലത്തെ ഈ എക്സ്പ്രഷനുകൾ ക്രിസ്തുവിന് 10,000 വർഷം മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ ചരിത്രാതീത ഗുഹാചിത്രങ്ങൾ BC 10,000 കാലഘട്ടത്തിലെ ടൈം ക്യാപ്സ്യൂളുകൾ പോലെയാണ്. മധ്യപ്രദേശിലെ ഭീംബഡ്ക റോക്ക് ഷെൽട്ടറുകളിൽ കാട്ടുപോത്തുകളെയും കാട്ടുപന്നിയെയും പിന്തുടരുന്ന വടി രൂപത്തിലുള്ള മനുഷ്യരുടെ വേട്ടയാടൽ രംഗങ്ങൾക്ക് ചുവപ്പും വെള്ളയും നിറത്തിലുള്ള പിഗ്മെന്റുകൾ ജീവൻ നൽകുന്നു. ഇവ ക്രമരഹിതമായ ഡൂഡിലുകളല്ല, അവ മനഃപൂർവമായ ആശയവിനിമയ സംവിധാനങ്ങളായിരുന്നു. വിജയകരമായ വേട്ടയാടലുകളുടെ കഥകൾ, അപകടകരമായ മൃഗങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, അല്ലെങ്കിൽ ഭാഗ്യം ഉറപ്പാക്കാനുള്ള ആത്മീയ ആചാരങ്ങൾ. ഏറ്റവും പുതിയ ചിത്രങ്ങളിൽ ലളിതമായ ചുവന്ന ഹെമറ്റൈറ്റ് ഉപയോഗിച്ചു. അടിസ്ഥാന കൈമുദ്രകളും ജാമിതീയ പാറ്റേണുകളും ഉപയോഗിച്ചു. മൃഗങ്ങളുടെ രോമബ്രഷുകൾ, തൂവലുകൾ, വെള്ളത്തിലോ മൃഗക്കൊഴുപ്പിലോ കലർത്തിയ പ്രകൃതിദത്ത പിഗ്മെന്റിൽ മുക്കിയ വിരലുകൾ എന്നിവ ഉപയോഗിച്ചാണ് കലാകാരന്മാർ ഈ മാസ്റ്റർ പീസുകൾ സൃഷ്ടിച്ചത്. ആദ്യകാല ചരിത്ര കാലഘട്ടത്തിലെ ചില സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാം. BC 3000 മുതൽ 1000 വരെ ആയപ്പോഴേക്കും കാര്യങ്ങൾ രസകരമായി. ഗുഹാകല ലളിതമായ വടിരൂപങ്ങളിൽ നിന്ന് വിശദമായ മനുഷ്യരൂപങ്ങളും വിപുലമായ വേട്ടയാടൽ തന്ത്രങ്ങളുള്ള കൂടുതൽ സങ്കീർണമായ രംഗങ്ങളിലേക്ക് പരിണമിച്ചു. ചുവപ്പിനപ്പുറം മഞ്ഞ ഓച്ചർ, വെളുത്ത കയാലിൻ, കറുത്ത മാംഗനീസ് എന്നിവയുൾപ്പെടെ നിറങ്ങൾ വികസിച്ചു. കലാകാരന്മാർ സാമൂഹിക ശ്രേണികൾ കാണിക്കാൻ തുടങ്ങി. വേട്ടക്കാരിൽ നിന്ന് തലവന്മാരെ വേർതിരിക്കുകയും പരമ്പരാഗത വേട്ടയാടൽ വിവരണങ്ങൾക്കൊപ്പം ആഭ്യന്തരമായ രംഗങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ അജന്ത പോലുള്ള സ്ഥലങ്ങളിൽ ചിത്രരചനകൾ ഒറ്റപ്പെട്ട നിമിഷങ്ങളല്ല, തുടർച്ചയായ കഥകൾ പറയുന്ന ആഖ്യാനകലയുടെ തുടക്കം നമുക്ക് കാണാൻ കഴിയും. ആദ്യകാല നാഗരികതകളുടെ സ്വാധീനം കലാപരമായ ശൈലിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കൂടുതൽ സങ്കീർണമായ രചനയും രൂപങ്ങൾക്കിടയിൽ ഉദ്ദേശപൂർവമായ അകലവും ഉണ്ടായിരുന്നു. നമുക്കിനി ഗുപ്ത കാലഘട്ടത്തിലെ കലാപരമായ അഭിവൃദ്ധിയെക്കുറിച്ച് നോക്കാം. ഒരു സൃഷ്ടിപരമായ വിസ്ഫോടനത്തെക്കുറിച്ച് പറയൂ. ഗുപ്ത കാലഘട്ടം CE 320 മുതൽ 550 വരെ നീണ്ടുനിന്ന ഗുപ്ത കാലഘട്ടം ഇന്ത്യൻ ഗുഹാകലയിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. കലാകാരന്മാർ പ്രാകൃത ശൈലികൾ ഉപേക്ഷിച്ച് പരിഷ്കൃത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു.
സങ്കീർണമായ കാഴ്ചപ്പാട്, വിശദമായ മുഖഭാവങ്ങൾ, ആഡംബരപൂർണമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും, സമ്പന്നമായ ആഖ്യാന രീതികൾ എന്നിവയിലേക്ക് ആ പ്രാകൃതമായ കലയെ മാറി പരിഷ്കൃതമായ രീതിയിൽ വികസിച്ച കാലഘട്ടമായിരുന്നു ഗുപ്ത കാലഘട്ടം. ഈ സുവർണ കാലഘട്ടത്തിൽ അജന്ത ഗുഹകൾ രൂപാന്തരപ്പെട്ടു. ബുദ്ധജാതക കഥകളും ബുദ്ധന്റെ ദൈനംദിന ജീവിതത്തിലെ രംഗങ്ങളും പെയിന്റിങ്ങുകളിൽ അഭൂതപൂർവമായ വിശദാംശങ്ങളോടെ ചിത്രീകരിച്ചു. ആഴവും മാനവും സൃഷ്ടിക്കുന്നതിൽ ഒന്നിലധികം പാളികളുള്ള പിഗ്മെന്റ് പ്രയോഗിക്കുന്ന സാങ്കേതികതയിൽ കലാകാരന്മാർ പ്രാവീണ്യം നേടി. ചെമ്പ് സംയുക്തങ്ങളിൽ നിന്നുള്ള പച്ചപ്പും ലാപ്പിസ് ലാസുലിയിൽ നിന്നുള്ള നീലയും, ലാപ്പിസ് ലാസുലിയും നമ്മളൊരു വീഡിയോയിൽ പരാമർശിക്കുകയുണ്ടായി. പഴയ കാലഘട്ടത്തിൽ ഈ മോഹൻജദാരോ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കല്ലായിരുന്നു ഈ ലാപ്പിസ് ലാസുലി. ഒരു നീല കളറിലുള്ള കല്ല്, അത് ആഭരണങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നു. അതിലെ നീലയും ചർമ്മത്തിന്റെ നിറത്തിനും ഷെയ്ഡിങ്ങിനുമുള്ള സങ്കീർണമായ മിശ്രിതങ്ങളും ഉൾപ്പെടുത്തി വർണ്ണ പാലറ്റ് നാടകീയമായി വികസിച്ചു. മതപരമായ രക്ഷകർത്തൃത്വം ഈ കലാപരമായ നവോത്ഥാനത്തിന് ഇന്ധനം നൽകി. സമ്പന്നരായ ധാതാക്കൾ സങ്കീർണമായ കലാസൃഷ്ടികളാൽ അലങ്കരിച്ച വിപുലമായ ഗുഹാക്ഷേത്രങ്ങൾക്ക് സംഭാവന ചെയ്തു. അടുത്തത് മധ്യകാല കൂട്ടിച്ചേർക്കലുകളും ചില പരിവർത്തനങ്ങളും. മധ്യകാലഘട്ടത്തിൽ, അതായത് 8 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഗുഹാകലയിൽ നാടകീയമായ മാറ്റങ്ങൾ ഉണ്ടായി. പുതിയ മതസ്വാധീനങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുമതവും ജൈനമതവും പുതിയ പ്രതിരൂപങ്ങളും പ്രമേയങ്ങളും അവതരിപ്പിച്ചു. എല്ലോറ ഗുഹകൾ ഈ പരിവർത്തനത്തെ കൃത്യമായി പ്രകടമാക്കുന്നു. കലാകാരന്മാർ ശില്പഘടകങ്ങളെ ചിത്രങ്ങളുമായി സംയോജിപ്പിച്ച് ബഹുമുഖ കഥപറത്തിൽ സൃഷ്ടിച്ചു. കലാകാരന്മാർ അന്തിമ പെയിന്റിങ്ങിന് മുമ്പ് പ്രാഥമിക രേഖാചിത്രങ്ങൾ പ്രയോഗിക്കുകയും തിളക്കമുള്ള ഫിനിഷിങ്ങുകൾ സൃഷ്ടിക്കാൻ ബർണിഷ് ഉപയോഗിക്കുകയും ചെയ്തതോടെ സാങ്കേതിക വിദ്യകൾ കൂടുതൽ സങ്കീർണമായി. കൗതുകകരമായ കാര്യം, ഈ കലാകാരന്മാർ മുൻകാല ഇടങ്ങളെ എങ്ങനെ സ്വീകരിച്ചു എന്നതാണ്. പല മധ്യകാല കലാകാരന്മാരും ചരിത്രാതീത അല്ലെങ്കിൽ ആദ്യകാല ചരിത്രകൃതികളിൽ ചിത്രങ്ങൾ വരച്ചു. ചിലപ്പോൾ യഥാർത്ഥ ചിത്രങ്ങളുടെ ഘടനകൾ അവരുടെ പുതിയ രചനകളിൽ ഉൾപ്പെടുത്തി. കലാപരമായ പുനരുപയോഗത്തിന്റെ ഒരു പുരാതന രൂപം. പ്രാദേശിക സംസ്കാര സ്വാധീനങ്ങളെയും കലാപാരമ്പര്യങ്ങളെയും പ്രതിഫലിക്കുന്ന വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ വികസിച്ച് വന്നുകൊണ്ട് പ്രാദേശിക ശൈലികളും ഉയർന്നു വന്നു. നമുക്കിനി പരിശോധിക്കണം ഭൂതകാലം വെളിപ്പെടുത്തുന്ന ഡേറ്റിംഗ് വിദ്യകൾ. ഈ ചിത്രങ്ങൾ എപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്ക് എങ്ങനെ അറിയാം? കലാകാരന്മാർ അവരുടെ സൃഷ്ടികളിൽ ഇന്നത്തെ പോലെ ഒപ്പിട്ട് തീയതി ഇടുന്നത് പോലെ അല്ല ഇത്. കരിയോ അസ്ഥിയോ അടങ്ങിയ പിഗ്മെന്റുകളിലെ ജൈവ ഘടകങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കാർബൺ 14 ഡേറ്റിംഗ് ഈ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ജൈവ വസ്തുക്കളില്ലാത്ത പെയിന്റിങ്ങുകൾക്കായി ശാസ്ത്രജ്ഞർ സമീപത്തുള്ള മൺപാത്ര ശകലങ്ങളുടെ തെർമോലുമിനസൻസ് ഡേറ്റിംഗിലേക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ള അവശിഷ്ടങ്ങൾ അവസാനമായി വെളിച്ചത്തിന് വിധേയമായ തീയതി നിർണ്ണയിക്കാൻ ഒപ്റ്റിക്കലി സ്റ്റിമുലേറ്റഡ് ലൂമിസെൻസിലേക്കോ തിരിയുന്നു. വ്യത്യസ്ത സൈറ്റുകളിൽ ഉടനീളമുള്ള കലാപരമായ സാങ്കേതിക വിദ്യകൾ, വിഷയങ്ങൾ, രചനാ ഘടകങ്ങൾ എന്നിവ താരതമ്യം ചെയ്തുകൊണ്ട് ശൈലീപരമായ വിശകലനം ശാസ്ത്രീയ രീതികളെ പൂരകമാക്കുന്നു. ചിലപ്പോൾ പെയിന്റിങ്ങുകൾ തന്നെ സൂചനകൾ നൽകുന്നു. സൂപ്പർ ഇമ്പോക്സ്ഡ് പാളികൾ കാലക്രമത്തിന്റെ ക്രമങ്ങൾ വെളിപ്പെടുത്തുന്നു. പുതിയ പെയിന്റിങ്ങുകൾ പഴയവയെ ഓവർലാപ്പ് ചെയ്യുന്നു. സമീപകാല സാങ്കേതിക മുന്നേറ്റങ്ങൾ ഇതിനെ മാറ്റിമറിക്കുന്നു. പോർട്ടബിൾ എക്സ്റേ ഫ്ലൂറസെൻസ് ഇപ്പോൾ കലാസൃഷ്ടിക്ക് കേടുപാടുകൾ വരുത്താതെ പിഗ്മെന്റ് ഘടന തിരിച്ചറിയുന്നു. അതേസമയം പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള ഡിജിറ്റൽ മെച്ചപ്പെടുത്തലുകൾ നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യമായ മങ്ങിയ ഘടകങ്ങൾ പോലും വെളിപ്പെടുത്തുന്നു. പുരാതന കലാകാരന്മാരുടെ പ്രതീകാത്മക ഭാഷ, പൊതുവായ ഉദ്ദേശലക്ഷ്യങ്ങളും അവയുടെ പ്രാധാന്യവും എന്താണ്? ഈ പുരാതന ഗുഹാചിത്രങ്ങൾ നോക്കി ചില ചിത്രങ്ങൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നില്ലെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ചരിത്രാതീത കലാകാരന്മാർ വെറും വരകൾ വരയ്ക്കുക മാത്രമായിരുന്നില്ല. പുരാവസ്തു ഗവേഷകർക്ക് പതിറ്റാണ്ടുകൾ വേണ്ടിവന്ന ഒരു ദൃശ്യഭാഷയായിരുന്നു അവർ സംസാരിച്ചത്. ഭീംബഡ്ക മുതൽ മിർസാപൂർ വരെ എല്ലായിടത്തും കൈമുദ്രകൾ കാണപ്പെടുന്നു. ഇവ വെറും ക്രമരഹിതമായ സ്റ്റാമ്പുകളല്ല. ഇവ ഇൻസ്റ്റഗ്രാമിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒപ്പുകളാണ്. ഈ കൈമുദ്രകൾ നിങ്ങൾ കാണുമ്പോൾ സഹസ്രാബ്ദങ്ങളിലുടനീളം നമ്മുടെ പൂർവികരെ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ സ്പർശിക്കുന്നു. മിക്ക ഗുഹാഭിത്തികളിലും മൃഗങ്ങളുടെ പ്രതിച്ഛായകളാണ് ആധിപത്യം പുലർത്തുന്നത്. പക്ഷെ മൃഗങ്ങളെ മാത്രമല്ല, കാട്ടുപോത്ത്,
ആനകൾ, കടുവകൾ എന്നിവ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് അവ വെറും ഭക്ഷണ സ്രോതസ്സുകൾ മാത്രമായിരുന്നില്ല, അവ ശക്തിയുടെ പ്രതീകങ്ങളായിരുന്നു. ഒരു വേട്ടക്കാരൻ ഒരു ശക്തമായ കാട്ടുപോത്തിനെ വരയ്ക്കുന്നത് അത്താഴത്തെക്കുറിച്ച് വീമ്പിളക്കുക മാത്രമല്ല, അതിൻ്റെ ശക്തി പിടിച്ചെടുക്കുകയുമായിരുന്നു. നൃത്തം ചെയ്യുന്ന മനുഷ്യരൂപങ്ങൾ നമുക്ക് ഗഹനമായ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. വടി കൊണ്ടുള്ള രൂപങ്ങൾ പോലുള്ള ഈ രൂപങ്ങൾ സമൂഹ ചടങ്ങുകളെയും വേട്ടയാടൽ പാർട്ടികളെയും ചിത്രീകരിക്കുന്നു. അത്തരം മിനിമലിസ്റ്റ് സ്ട്രോക്കുകൾ ഉപയോഗിച്ച് അവർ ചലനത്തെ എങ്ങനെ പകർത്തുന്നു എന്നതാണ് ഏറ്റവും ആകർഷകമായ കാര്യം. ദൃശ്യ കഥ പറച്ചിലിൻ്റെ സത്ത ഈ കലാകാരന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. ജാമിതീയ പാറ്റേണുകൾ നമ്മുടെ ആധുനിക കണ്ണുകൾക്ക് അലങ്കാരമായി തോന്നിയേക്കാം, പക്ഷെ അവയിൽ ഋതുപരമായ മാറ്റങ്ങൾ, പ്രാദേശിക അതിർത്തികൾ, ഒരുപക്ഷെ ആത്മീയ മണ്ഡലങ്ങളിലേക്കുള്ള ഷാമനിക് യാത്രകൾ എന്നിവയെക്കുറിച്ചുള്ള കോഡ് ചെയ്ത വിവരണങ്ങൾ ഉണ്ടായിരുന്നു. അടുത്തതായി വർണ്ണ തിരഞ്ഞെടുപ്പുകളും അവയുടെ സാംസ്കാരിക അർത്ഥങ്ങളും. ഇന്ത്യൻ ഗുഹാചിത്രങ്ങളുടെ വർണ്ണ പാലറ്റ് കലാപരമായ തിരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. പ്രകൃതി മാതാവ് നൽകിയതനുസരിച്ച് അത് നിർവചിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ കലാകാരന്മാർ അവരുടെ പരിമിതമായ ഓപ്ഷനുകൾ ഉപയോഗിച്ച് ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തിയില്ലെന്ന് ഒരു നിമിഷം പോലും നിങ്ങൾ ചിന്തിക്കരുത്. ഈ പുരാതന ഗ്യാലറികളിൽ എന്നാൽ ഈ കലാകാരന്മാർ അവരുടെ പരിമിതമായ ഓപ്ഷനുകൾ ഉപയോഗിച്ച് ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തിയില്ലെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. ഈ പുരാതന ഗ്യാലറികളിൽ ചുവന്ന ഓച്ചർ നിറം ആധിപത്യം പുലർത്തുന്നു. അതിന് നല്ല കാരണവുമുണ്ട്. ഇരുമ്പ് സമൃദ്ധമായ ഈ പിഗ്മെന്റ് രക്തം, ജീവശക്തി, ഫലഭൂഷ്ഠത എന്നിവയെ പ്രതീകപ്പെടുത്തി ഒരു പുരാതന കലാകാരൻ ഒരു വേട്ടയാടൽ രംഗം ചിത്രീകരിക്കാൻ ചുവപ്പ് തിരഞ്ഞെടുത്തപ്പോൾ അത് വെറും പ്രായോഗികതയല്ലായിരുന്നു. വേട്ടക്കാരന്റെയും വേട്ടയാടപ്പെടുന്നതിന്റെയും ജീവിത സത്തയെ അവർ ആവാഹിക്കുകയായിരുന്നു. ചുണ്ണാമ്പ് കല്ലിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വെള്ള നിറം സാധാരണയായി ആകാശ ചിത്രങ്ങളോ ആത്മീയ രൂപങ്ങളിലോ പ്രത്യക്ഷപ്പെടുന്നു. മണ്ണിന്റെ ചുവപ്പും വെള്ളയും തമ്മിലുള്ള വ്യത്യാസം ഭൗതിക ലോകത്തെയും ആത്മീയ ലോകത്തെയും വേർതിരിക്കുന്ന ഒരു ദൃശ്യ ഭാഷ സൃഷ്ടിച്ചു. കരി അല്ലെങ്കിൽ മാംഗനീസ് കൊണ്ട് നിർമ്മിച്ച കറുപ്പ് പലപ്പോഴും രൂപങ്ങളുടെ രൂപരേഖയെയോ രാത്രി ആചാരങ്ങളെ ചിത്രീകരിക്കുന്ന രംഗങ്ങളോ ആണ് ചിത്രീകരിച്ചത്. ചില പുരാവസ്തു ഗവേഷകർ വിശ്വസിക്കുന്നത് ഈ വർണ്ണ സംയോജനങ്ങൾ വെറും സൗന്ദര്യാത്മക തെരഞ്ഞെടുപ്പുകളല്ല, മറിച്ച് സീസണൽ ചടങ്ങുകളെയും ജ്യോതിശാസ്ത്ര സംഭവങ്ങളെയും കുറിച്ചുള്ള കോഡ് ചെയ്ത വിവരങ്ങളായിരുന്നു എന്നാണ്. മഞ്ഞ ഓച്ചർ നിറം വളരെ കുറവായാണ് കാണപ്പെടുന്നത്, പക്ഷേ ഫെർട്ടിലിറ്റി ചിഹ്നങ്ങളിലും സൗരചിത്രങ്ങളിലും ഇതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ചില പിഗ്മെന്റുകളുടെ അപൂർവത ചരിത്രാതീത കാലഘട്ടത്തിൽ പോലും നിലനിന്നിരുന്ന വിഭവ ലഭ്യതയും വ്യാപാര ശൃംഖലകളെയും കുറിച്ച് നമ്മളോട് പറയുന്നു. അടുത്തത് ഗുഹാചിത്രങ്ങളിലെ ജ്യാമിതികൾ. ഈ ഗുഹകളിലെ രചനകൾ ക്രമരഹിതമായ എഴുത്തുകളല്ല, അവ ഇന്നും നമ്മൾ കണ്ടെത്തുന്ന പാറ്റേണുകൾ പിന്തുടരുന്ന ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ദൃശ്യകഥകളാണ്. നൂറുകണക്കിന് മൈലുകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ സർപ്പിള രൂപങ്ങൾ സ്ഥിരമായി കാണപ്പെടുന്നു. അവ വെറും അലങ്കാര ഘടകങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് ചാക്രിക സമയം, ഋതുക്കൾ അല്ലെങ്കിൽ ആകാശ ചലനങ്ങൾ എന്നിവയെ പോലും പ്രതിനിധീകരിക്കുന്നവയായിരുന്നു. ചില സർപ്പിളങ്ങൾ വിഷുവും സൂര്യപ്രകാശവുമായി പൂർണ്ണമായും യോജിക്കുന്നു. ഇവ ആകസ്മികമായ സ്ഥാനങ്ങൾ അല്ലെന്ന് തെളിയിക്കുന്നു. ത്രികോണാകൃതിയിലുള്ള രൂപങ്ങൾ പലപ്പോഴും പ്രധാനപ്പെട്ട രംഗങ്ങൾ രൂപപ്പെടുത്തുകയും കേന്ദ്ര വ്യക്തികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്ന ദൃശ്യശ്രേണികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ സാങ്കേതികത വളരെ സ്ഥിരതയോടെ കാണപ്പെടുന്നതിനാൽ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഔപചാരിക കലാപരിശീലനത്തെ ഇത് സൂചിപ്പിക്കുന്നു. പുരാവസ്തു ഗവേഷകർ ആചാരാനുഷ്ഠാനങ്ങൾക്കായി ഒത്തുചേരുന്ന ഇടങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ചില കേന്ദ്രീകൃത വൃത്തങ്ങൾ പലപ്പോഴും അടയാളപ്പെടുത്തുന്നു. സ്ഥാനം ക്രമരഹിതമല്ല, പലതും ശബ്ദങ്ങൾ നന്നായി വഹിക്കുന്ന ശബ്ദമധുര സ്ഥലങ്ങളുമായി യോജിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഈ കലാകാരന്മാർ പവിത്രമായ സ്ഥലത്തിന്റെ ദൃശ്യപരവും ശ്രവണപരവുമായ മാനങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്നാണ്. ഉയരം ക്രമീകരിക്കുന്നതും പ്രധാനമാണ്. ഏറ്റവും വിപുലമായ രംഗങ്ങൾ സാധാരണമായി കണ്ണിന്റെ തലത്തിലാണ് ദൃശ്യമാകുന്നത്. അതേസമയം ലളിതമായ മോട്ടിഫുകൾ ഉയർന്നതും എത്തിച്ചേരാൻ പ്രയാസമുള്ളതുമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ ലംബമായ വർഗീകരണം വ്യത്യസ്ത കഴിവുകളോ ഒരുപക്ഷെ പ്രായത്തെ അടിസ്ഥാനമാക്കിയുള്ള കലാപരമായ അനുമതികളോ ഉള്ള വ്യത്യസ്ത കലാകാരന്മാരെ സൂചിപ്പിക്കുന്നു. അടുത്തതായി നമുക്ക് പരിശോധിക്കാം കലാപരമായ ആവിഷ്കാരത്തിലെ പ്രാദേശിക വ്യതിയാനങ്ങൾ. ഭീംബട്കയിലെ ഗുഹകളിൽ നിന്ന് ഏതാനും 100 മൈലുകൾ അകലെയുള്ള പാച്മറിയിലെ ഗുഹകളിലേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ ഇവ ഒറ്റപ്പെട്ട സമൂഹങ്ങളല്ല, മറിച്ച് അവരുടേതായ കലാപരമായ ഭാഷകളുള്ള വ്യത്യസ്തമായ സാംസ്കാരിക ഗ്രൂപ്പുകളായിരുന്നുവെന്ന് പറയുന്ന വ്യത്യസ്തമായ ശൈലിപരമായ വ്യത്യാസങ്ങൾ നിങ്ങൾ
നിങ്ങൾ ശ്രദ്ധിക്കും, മഹാരാഷ്ട്രയിലെ ഗുഹകളിലെ കോൽ രൂപങ്ങൾ നീളമേറിയതും ചലനാത്മകവുമായി കാണപ്പെടുന്നു. അതേസമയം മധ്യപ്രദേശിലേത് കൂടുതൽ ഉറച്ചതും കൂടുതൽ അടിസ്ഥാനപരവുമായ രൂപങ്ങളാണ്. ഇവ വെറും ശൈലീപരമായ പ്രത്യേകതകളല്ല, അവ വ്യത്യസ്ത ശാരീരിക ഘടനകളെയും വസ്ത്രധാരണ രീതിയെയും ഒരുപക്ഷെ മനുഷ്യരൂപത്തെക്കുറിച്ചുള്ള ദാർശനിക വീക്ഷണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. മൃഗങ്ങളുടെ ചിത്രീകരണങ്ങളിലും കാര്യമായ വ്യത്യാസമുണ്ട്. വടക്കൻ പ്രദേശങ്ങൾ യഥാർത്ഥ അനുപാതങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം തെക്കൻ ഗുഹാചിത്രങ്ങൾ പലപ്പോഴും കൊമ്പുകൾ പോലുള്ള ചില സവിശേഷതകളെ പെരുപ്പിച്ചു കാണിക്കുന്നു. ഈ അലങ്കാരങ്ങൾ കലാപരമായ ലൈസൻസ് ഉള്ളവയല്ല, മറിച്ച് സാംസ്കാരികമായി പ്രാധാന്യമുള്ള ചില ഗുണങ്ങളെ ഊന്നി പറഞ്ഞിരിക്കാം. തീരദേശ ഗുഹാകേന്ദ്രങ്ങളിൽ കൂടുതൽ സമുദ്ര ചിത്രങ്ങൾ, മത്സ്യം, ബോട്ടുകൾ, ജലചിഹ്നങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. അതേസമയം ഉൾനാടൻ ഗുഹകൾ വന്യമൃഗങ്ങളിലും വേട്ടയാടൽ രംഗങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ പാരിസ്ഥിതിക സ്വാധീനം ഈ കലാകാരന്മാർ അവരുടെ തൊട്ടടുത്ത ചുറ്റുപാടുകളുമായി എത്രത്തോളം ആഴത്തിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് കാണിക്കുന്നു. ചിത്രങ്ങളുടെ സാന്ദ്രതയും നാടകീയമായി വ്യത്യാസപ്പെടുന്നു. ചില ഗുഹകളിൽ ശ്രദ്ധാപൂർവം അകലത്തിലുള്ള വ്യക്തിഗത ദൃശ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവ തലമുറകളായി ഓവർലാപ്പ് ചെയ്യുന്ന ചിത്രങ്ങൾ കാണിക്കുന്നു. പവിത്രമായ സ്ഥലത്തോടും പ്രദേശങ്ങളിലുടനീളം കലാപരമായ സ്ഥിരതയോടുമുള്ള വ്യത്യസ്ത മനോഭാവങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ചരിത്രാതീത പാലിംസെറ്റ്. ചിത്രങ്ങൾക്ക് പിന്നിലുള്ള ആളുകൾ. ഇന്ത്യയിലെ ഗുഹാചിത്രങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനോഹരമായ ചിത്രങ്ങൾ നോക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് ഒരു ജനാലയിലൂടെ നോക്കുകയാണ് നിങ്ങൾ. കലയിലൂടെ വെളിപ്പെടുന്ന ദൈനംദിന ജീവിതം. ശിലാ ക്യാൻവാസുകളിൽ പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ ഏതൊരു പാഠപുസ്തകത്തിനും കഴിയാത്തത്ര ചരിത്രാതീത കാലത്തെ ജീവിതത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നു. കുന്തങ്ങൾ ഉപയോഗിച്ചും ആനകളെ പിന്തുടരുന്ന വേട്ടക്കാർ, ധാന്യം പൊടിക്കുന്ന സ്ത്രീകൾ, കളിക്കുന്ന കുട്ടികൾ, മ്യൂസിയങ്ങൾക്കായുള്ള മാസ്റ്റർ പീസുകളായി ഇവയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതല്ല. അവ ദൈനംദിന ജീവിതത്തിന്റെ സ്നാപ്ഷോട്ടുകളായിരുന്നു. ഭീംബഡ്കയിൽ നിങ്ങൾക്ക് വേട്ടയാടൽ രംഗങ്ങൾ കാണാം. അവിടെ വടിരൂപത്തിലുള്ള മനുഷ്യരുടെ കൂട്ടങ്ങൾ തന്ത്രപരമായി മൃഗങ്ങളെ വളയുന്നു. ഈ ചിത്രങ്ങൾ അവർ എന്താണ് വേട്ടയാടുന്നതെന്ന് മാത്രമല്ല, അവരത് എങ്ങനെ ചെയ്തുവെന്ന് നമ്മെ കാണിക്കുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കുക, പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ഉത്തരവാദിത്തങ്ങൾ പങ്കിടുക. ഭക്ഷ്യശേഖരണ പ്രവർത്തനങ്ങളും പതിവായി നടക്കുന്നുണ്ട്. ആളുകൾ തേൻ ശേഖരിക്കുന്നു, പഴങ്ങൾ പറിക്കുന്നു, മീൻ പിടിക്കുന്നു. പ്രത്യേകിച്ച് ഹൃദയസ്പർശിയായ ഒരു രംഗം, ഒരമ്മ ഒരു മരത്തിൽ നിന്ന് എന്തെങ്കിലും ശേഖരിക്കുന്നതിനിടയിൽ ഒരു കുട്ടിയെ ചുമന്നുകൊണ്ട് നടക്കുന്നതായി കാണിക്കുന്നു. 10,000 വർഷത്തിനിടയിൽ ഈ മൾട്ടി ടാസ്കിങ്ങിന് ഇന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ആത്മീയ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും, മരണം, ജീവിതം, അമാനുഷികമായ എല്ലാം. ഈ പുരാതന കലാകാരന്മാർ ആഴത്തിൽ ശരിക്കും ആത്മീയ ജീവികൾ തന്നെയായിരുന്നു. പുരാവസ്തു ഗവേഷകർ വിശ്വസിക്കുന്ന ഷാമനിക് ആചാരങ്ങൾ പല ചിത്രങ്ങളിലും ചിത്രീകരിച്ചിരിക്കുന്നു. മൃഗങ്ങളുടെ തലകളുള്ള രൂപങ്ങൾ വിചിത്രമായ സ്ഥാനങ്ങളിൽ നൃത്തം ചെയ്യുന്നു. ഇവർ വൈദ്യന്മാരോ ചടങ്ങുകളിൽ മൃഗാത്മാക്കളെ നയിക്കുന്ന ആത്മീയ നേതാക്കളോ ആയിരിക്കാം. ചതുർഭുജ്നാഥ് പോലുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രീകൃത വൃത്തങ്ങളുടെയും സർപ്പിൾ ആകാരങ്ങളുടെയും ആവർത്തിച്ചിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ചില പുരാതന സംസ്കാരങ്ങളിലെയും പ്രപഞ്ചശക്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചിഹ്നങ്ങൾ, ഗുഹാ സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന ചെറിയ കയ്യെഴുത്തുകൾ, യുവ ഗോത്ര അംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അവരുടെ മുദ്ര പതിപ്പിച്ച ദീക്ഷാ ചടങ്ങുകളെ പ്രതിനിധീകരിക്കുന്നു. ചില ചിത്രങ്ങളുടെ സ്ഥാനനിർണയവും ക്രമരഹിതമല്ല. പലതും ഗുഹകളുടെ ഏറ്റവും ആഴമേറിയതും ഇരുണ്ടതുമായ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. എത്തിച്ചേരാനും പ്രവർത്തിക്കാനും ടോർച്ചുകൾ ആവശ്യമായി വരേണ്ട സ്ഥലങ്ങൾ. ഇവ ആകസ്മികമായ ഡൂഡിലുകളല്ല, മറിച്ച് പവിത്രമായ ഉദ്ദേശങ്ങൾക്കായി ഭൂമിയുടെ ഗർഭപാത്രത്തിലേക്കുള്ള ബോധപൂർവമായ യാത്രകളായിരുന്നു. ഇനി സാമൂഹിക ശ്രേണികളും സാമൂഹിക ഘടനകളെയും കുറിച്ച് പരിശോധിക്കാം. ഈ ചിത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുക. ഈ ചരിത്രാതീത സമൂഹങ്ങളിൽ ആരാണ് എന്താണ് ചെയ്തതെന്ന് വ്യക്തമാക്കുന്ന ചില പാറ്റേണുകൾ പുറത്തു വരുന്നു. വേട്ടയാടലുകളിലോ ചടങ്ങുകളിലോ വലിയ രൂപങ്ങൾ പലപ്പോഴും ചെറിയ രൂപങ്ങളെ നയിക്കുന്നതായി കാണപ്പെടുന്നു. നേതൃത്വപരമായ റോളുകളുടെ ആദ്യകാല തെളിവുകളാണവ. ചില രംഗങ്ങളിൽ വ്യക്തികൾ വിപുലമായ ശിരോവസ്ത്രങ്ങൾ ധരിക്കുകയോ പ്രത്യേക വസ്തുക്കൾ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നു. ഇത് ലിഖിത രേഖകൾക്ക് വളരെ മുമ്പ് തന്നെ പദവി വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. കുടുംബ ഗ്രൂപ്പുകൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതിന്റെ വ്യക്തമായ ചിത്രീകരണങ്ങളോടെ. സ്ത്രീകൾ സാധാരണയായി ഒത്തുചേരലുകളിലും ഗാർഹിക രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. അതേസമയം പുരുഷന്മാർ വേട്ടയാടലിൽ ആധിപത്യം പുലർത്തുന്നു. എന്നിരുന്നാലും ചില ചിത്രങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും വേട്ടയാടൽ പാർട്ടികളിൽ
കാണപ്പെടുന്നതായി ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് ചരിത്രാതീത ലിംഗബോധങ്ങളെക്കുറിച്ചുള്ള ചില ലളിതമായ വീക്ഷണങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. നമ്മുടെ സാമൂഹിക ആഘോഷങ്ങൾ ഏറ്റവും ഊർജ്ജസ്വലമായ രംഗങ്ങളിൽ ഒന്നാണ്. നൃത്തവലയങ്ങളിൽ കൈകോർത്ത് നിൽക്കുന്ന വ്യക്തികളുടെ നിരകൾ ഐക്യത്തിനും പങ്കുവയ്ക്കപ്പെട്ട സന്തോഷത്തിനുമുള്ള സാർവത്രിക മനുഷ്യന്റെ ആവശ്യത്തെ സൂചിപ്പിക്കുന്നു. ഇനി കുടിയേറ്റത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും തെളിവ്. ഈ പുരാതന കലാകാരന്മാർ ഒറ്റപ്പെട്ടവരായിരുന്നില്ല. അവരുടെ സൃഷ്ടികൾ കാണിക്കുന്നത് അവർ മറ്റു ഗ്രൂപ്പുകളുമായി ഇടപഴകുകയും ഭൂപ്രകൃതികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു എന്നതാണ്. വ്യത്യസ്ത ചിത്രപാളികളിൽ ദൃശ്യമാകുന്ന ശൈലീപരമായ പരിണാമം സാംസ്കാരിക പരിവർത്തനത്തിന്റെ കഥകൾ പറയുന്നു. ആദ്യകാല ചിത്രങ്ങളിൽ കടും ചുവപ്പ് നിറത്തിൽ വലിയ മൃഗരൂപങ്ങളെ ചിത്രീകരിക്കാറുണ്ട്. അതേസമയം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ വെള്ള മഞ്ഞ നിറങ്ങളിൽ കൂടുതൽ സങ്കീർണമായ മനുഷ്യ പ്രവർത്തനങ്ങൾ കാണിക്കുന്നു. ജലാശയങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള പ്രദേശങ്ങളിലെ ബോട്ടുകളുടെയും നദികളുടെയും ചിത്രങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും ജനസംഖ്യാ ചലനങ്ങളെയും സൂചിപ്പിക്കുന്നു. മധ്യേന്ത്യയിലുടനീളമുള്ള സ്ഥലങ്ങളിൽ പുതിയ ഗ്രൂപ്പുകൾ എത്തുമ്പോൾ ചിത്രരചന രീതികൾ എങ്ങനെ വികസിച്ചുവെന്നും വ്യത്യസ്ത കലാപാരമ്പര്യങ്ങൾ കൊണ്ടുവന്നുവെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. മധ്യകാല ഇന്ത്യൻ ചിത്രങ്ങളിലെ കാണ്ടാമൃഗങ്ങൾ പോലെ അവ ഇല്ലാതായ പ്രദേശങ്ങളിൽ ചില മൃഗങ്ങളുടെ രൂപം മാറിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതികളെയും തുടർന്നുണ്ടായ മനുഷ്യ പൊരുത്തപ്പെടലുകളെയും രേഖപ്പെടുത്തുന്നു. നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പൊതുവായ ചിഹ്നങ്ങളാണ് ഏറ്റവും ആകർഷകമായത്. ജാമിതീയ പാറ്റേണുകൾ, കൈചിഹ്നങ്ങൾ, പ്രത്യേക മൃഗ പ്രതിനിധാനങ്ങൾ എന്നിവ ഉപഭൂഖണ്ഡത്തിലുടനീളം ആവർത്തിക്കുന്നു. ഇത് ആധുനിക ഗതാഗതത്തിന് വളരെ മുമ്പ് തന്നെ വ്യാപകമായ ആശയവിനിമയ ശൃംഖലകൾ നിലനിന്നിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. അടുത്തതായി നമുക്ക് പരിശോധിക്കാം ആധുനിക വ്യാഖ്യാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന രഹസ്യങ്ങളും. അതിൽ ആദ്യത്തേത് ജ്യോതിശാസ്ത്ര ബന്ധങ്ങളും കലണ്ടർ സംവിധാനങ്ങളും. ഇന്ത്യയിലെ പുരാതന ഗുഹാചിത്രങ്ങളിലെ വിചിത്രമായ സർപ്പിളാകൃതിയിലുള്ള പാറ്റേണുകളും ആകാശചിഹ്നങ്ങളും എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ വെറും മനോഹരമായ ഡിസൈനുകൾ മാത്രമല്ല, നമ്മുടെ പൂർവികർ ആകാശചലനങ്ങളെ ശ്രദ്ധേയമായ കൃത്യതയോടെ നിരീക്ഷിച്ച ഗൗരവമുള്ള ആകാശ നിരീക്ഷകരായിരുന്നുവെന്ന് ചില പുരാവസ്തു ഗവേഷകർ ഇപ്പോൾ വിശ്വസിക്കുന്നു. ഭീംബെട്കയിൽ ചില ചിത്രങ്ങൾ വേനൽക്കാല അറുതിയുമായി തികച്ചും യോജിക്കുന്നു. സൂര്യപ്രകാശം ആ കൃത്യമായ ദിവസം മാത്രം പ്രത്യേക അറകളിലേക്ക് തുളച്ചു കയറുന്നു. അതിശയിപ്പിക്കുന്നതാണ് അല്ലേ? ഇവ ക്രമരഹിതമായ സ്ഥാനങ്ങളല്ല, അവ മനഃപൂർവ്വം സൃഷ്ടിച്ച ജ്യോതിശാസ്ത്ര അടയാളങ്ങളാണ്. മധ്യപ്രദേശിലെ ചില ശിലാചിത്രങ്ങളിൽ പ്രത്യേക സീസണുകളിൽ ദൃശ്യമാകുന്ന നക്ഷത്ര രാശികളെ പ്രസരിക്കുന്ന വരകളുള്ള വ്യതിരിക്തമായ വൃത്താകൃതിയിലുള്ള പാറ്റേണുകൾ കാണാം. ഇവ വെറും അലങ്കാരമായിരുന്നില്ല. നടിയിൽ സീസണുകളും കുടിയേറ്റങ്ങളും ട്രാക്ക് ചെയ്യാൻ സമൂഹങ്ങളെ സഹായിക്കുന്ന പരിവർത്തനപരമായ കലണ്ടറുകളായിരുന്നു. ഈ ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾ കലയിലൂടെ കഥ പറച്ചിലിലേക്ക് എങ്ങനെ എൻകോഡ് ചെയ്യപ്പെട്ടു എന്നതാണ് കൗതുകകരമായ കാര്യം. സീസണൽ നക്ഷത്ര രാശികളുമായി പൊരുത്തപ്പെടുന്ന പാറ്റേണുകളിൽ നക്ഷത്ര സമാനമായ കുത്തുകൾക്ക് കീഴിൽ മൃഗങ്ങൾ നീങ്ങുന്നതായി ഒരു പെയിന്റിംഗ് കാണിച്ചേക്കാം. പക്ഷേ പ്രത്യേക സംവിധാനങ്ങളായിരുന്നില്ല. കല, കഥകൾ, ആകാശ പരിജ്ഞാനം എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ പ്രതിഭ ആരുടേതാണ്? എഴുത്ത് ഭാഷയോ ആധുനിക ഉപകരണങ്ങളോ ഇല്ലാതെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു. അടുത്ത തവണ ആരെങ്കിലും പ്രാകൃത ഗുഹാവാസികൾ എന്ന് പറയുമ്പോൾ ആധുനിക ജ്യോതിശാസ്ത്രജ്ഞരെ ആകർഷിക്കുന്ന കൃത്യതയോടെ ഈ ആളുകൾക്ക് പ്രപഞ്ചമാറ്റങ്ങൾ പ്രവചിക്കാൻ കഴിയുമെന്ന് അവരെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ പോയിന്റ്, പരിഹരിക്കപ്പെടാത്ത ചിഹ്നങ്ങളും തർക്കത്തിലുള്ള അർത്ഥങ്ങളും. ഇന്ത്യൻ ഗുഹാചിത്രങ്ങളിലെ ചില ചിഹ്നങ്ങൾ ഇപ്പോഴും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. മധ്യേന്ത്യയിലുടനീളമുള്ള സ്ഥലങ്ങളിൽ കാണുന്ന നിഗൂഢമായ എക്സ് ആകൃതികൾ നോക്കൂ. അവ പ്രാദേശിക അടയാളങ്ങളാണോ അതോ ആത്മീയ ചിഹ്നങ്ങളോ അതോ ആദ്യകാല എഴുത്തോ? ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഛത്തീസ്ഗഡിലെ ഗുഹകളിലെ നീളമേറിയ തലകളുള്ള വിചിത്രമായ മനുഷ്യരൂപങ്ങളെ പരിശോധിക്കുമ്പോൾ ചർച്ച ചൂടുപിടിക്കുന്നു. ചില ഗവേഷകർ അവ ഷാമനിക് പ്രതിനിധാനങ്ങളാണെന്ന് വാദിക്കുന്നു. മറ്റു ചിലർ പ്രത്യേക ശിരോവസ്ത്രം ധരിച്ച സന്ദർശകരെ അവ ചിത്രീകരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നു. ചില ഫ്രഞ്ച് തിയറിസ്റ്റുകൾ പുരാതന അന്യഗ്രഹ സമ്പർക്കത്തിന്റെ തെളിവായി അവയെ ചൂണ്ടിക്കാട്ടുന്നു. മിക്ക ഗൗരവമുള്ള പുരാവസ്തു ഗവേഷകരും ഇതിലേക്ക് തന്നെ കണ്ണോടിക്കുന്നുണ്ടെങ്കിലും വ്യാഖ്യാനത്തെ ഇത്ര ബുദ്ധിമുട്ടുള്ളതാക്കുന്നത് ഇതാണ്. ഈ ചിഹ്നങ്ങളെ നമ്മുടെ ആധുനിക ലെൻസിലൂടെയാണ് നമ്മൾ കാണുന്നത്. 10,000 BCEയിലെ ഒരാളുടെ മാനസിക ലോകം നമ്മുടേതിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമായിരുന്നു. എന്താണ് രേഖപ്പെടുത്തേണ്ടതെന്നും അത് എങ്ങനെ പ്രതിനിധീകരിക്കണമെന്നുമുള്ള അവരുടെ ആശയം നമ്മുടെ ഇന്നത്തെ കാലവുമായി പൊരുത്തപ്പെടണമെന്നില്ല.
മറ്റൊരു തർക്കമേഖലയാണോ ഗുഹാസ്ഥലങ്ങളിൽ കാണപ്പെടുന്ന കൈമുദ്രകളുടെ അർത്ഥം? ചില പണ്ഡിതന്മാർ അവയെ കലാകാരന്മാരുടെ ഒപ്പുകളായി കാണുന്നു. മറ്റു ചിലർ അവയെ ഗുഹാഭിത്തികളിലൂടെ ജീവികളെ അമാനുഷിക ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആത്മീയ അടയാളങ്ങളായി വ്യാഖ്യാനിക്കുന്നു. അത് ലോകങ്ങൾക്കിടയിലുള്ള ഒരു മെംബ്രൻ പോലെയാണ്. ചില ചിഹ്നങ്ങൾ ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കണമെന്നില്ല എന്നതാണ് നിരാശാജനകമായ സത്യം. അവയ്ക്ക് അർത്ഥം നൽകിയ സാംസ്കാരിക പശ്ചാത്തലം കാലക്രമേണ നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്ക് അവശേഷിക്കുന്നത് വിദ്യാസമ്പന്നമായ ഊഹങ്ങളും മത്സരിക്കുന്ന സിദ്ധാന്തങ്ങളുമാണ്. ഇത് സത്യസന്ധമായി പറഞ്ഞാൽ ഈ നിഗൂഢ ചിത്രങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നു. തദ്ദേശീയ അറിവുകളും വാമൊഴി പാരമ്പര്യങ്ങളും. പതിറ്റാണ്ടുകളായി ഗവേഷകർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഈ ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച പൂർവികരെ അവഗണിക്കുക എന്നതാണോ? പുരാവസ്തു ഗവേഷകർ ഒടുവിൽ ഈ സ്ഥലങ്ങൾക്ക് സമീപം താമസിക്കുന്ന തദ്ദേശീയ സമൂഹങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അർത്ഥത്തിന്റെ പുതിയ തലങ്ങൾ ഉയർന്നു വന്നു. ഉദാഹരണത്തിന്, മധ്യ ഇന്ത്യയിലെ ഗോണ്ട് ജനത ചിഹ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നൽകുന്ന വാമൊഴി പാരമ്പര്യങ്ങൾ നിലനിർത്തുന്നു. അവ പുറത്തുനിന്നുള്ള വിദഗ്ധരെ അമ്പരപ്പിച്ചിരുന്നു. അവരുടെ കഥകൾ പ്രത്യേക മൃഗങ്ങളെ വംശചിഹ്നങ്ങളായി സംസാരിക്കുന്നു. ചില ജീവികൾ അടുത്തുള്ള ഗുഹാചിത്രങ്ങളിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നതിന്റെ കാരണം ഇത് വിശദീകരിക്കുന്നു. ഇത് യാദൃച്ഛികമല്ല, ഇത് സാംസ്കാരിക തുടർച്ചയാണ്. ഭീംബട്കയ്ക്കടുത്തുള്ള ഗോത്ര വിഭാഗങ്ങളിലെ സമുദായ മൂപ്പന്മാർ ഗുഹകളിൽ കാണപ്പെടുന്ന ചിത്രരചന ക്രമങ്ങളുമായി ശ്രദ്ധേയമായി യോജിക്കുന്ന സൃഷ്ടി കഥകൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ വിവരണങ്ങൾ എഴുതിയിട്ടില്ല. ആയിരക്കണക്കിന് വർഷത്തെ വാമൊഴി പാരമ്പര്യത്തിലൂടെയാണ് അവ കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതിശയിപ്പിക്കുന്ന വിശ്വസ്തയോടെ സംരക്ഷിക്കപ്പെട്ടു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കൈമുദ്രകൾ എടുക്കുക. അക്കാഡമിക് വിദഗ്ധർ അവയുടെ അർത്ഥങ്ങളെക്കുറിച്ച് വാദിച്ചപ്പോൾ ചില തദ്ദേശീയ പാരമ്പര്യങ്ങൾ അവയെ ലളിതമായി വിശദീകരിച്ചു. അവ മനുഷ്യരും ആത്മലോകവും തമ്മിലുള്ള ഒരു ഉടമ്പടിയെ പ്രതിനിധീകരിക്കുന്നു. ചില ചടങ്ങുകളിൽ അടുത്ത കാലം വരെ തുടർന്നു വന്ന ഒരു ആചാരം. പരമ്പരാഗത അറിവ് കലയെ വ്യാഖ്യാനിക്കാൻ മാത്രമല്ല, സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു. ചില ഗോത്ര സമൂഹങ്ങൾ ഇപ്പോഴും ചരിത്രാതീത ചിത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്ന രീതികൾക്ക് സമാനമായ രീതികൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ പ്രകൃതിദത്ത പിഗ്മെന്റുകൾ ഉപയോഗിക്കുന്നു. ഇന്ന് ചില സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന ചുവന്ന ഓച്ചർ സംസ്കരണ രീതികൾ 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നതായി പുരാവസ്തു തെളിവുകൾ കാണിക്കുന്ന രീതികളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു. ശാസ്ത്രീയ പുരാവസ്തു ശാസ്ത്രവും തദ്ദേശീയ അറിവും തമ്മിലുള്ള ഈ സഹകരണ സമീപനം കൂടുതൽ ആദരണീയമാണെന്ന് മാത്രമല്ല, ഈ പുരാതന മാസ്റ്റർ പീസുകളെ ഡീകോഡ് ചെയ്യുന്നതിൽ ഇത് വളരെ മികച്ച ഫലങ്ങൾ നൽകുന്നു. ഗുഹാകല ഗവേഷണത്തിലെ സാങ്കേതിക മുന്നേറ്റങ്ങൾ. ഡിജിറ്റൽ മാപ്പിങ്ങും 3D ഡോക്യുമെന്റേഷനും. ഗവേഷകർ ഗുഹാചിത്രങ്ങൾ കൈകൊണ്ട് വരയ്ക്കേണ്ടിയിരുന്ന കാലം കഴിഞ്ഞു. ഇന്ത്യയുടെ പുരാതന ശിലാചിത്രങ്ങൾ പഠിക്കുന്നതിനുള്ള വഴി ഡിജിറ്റൽ മാപ്പിംഗ് പൂർണ്ണമായും മാറ്റിമറിച്ചു. ഉയർന്ന റെസല്യൂഷൻ ഫോട്ടോഗ്രാമെട്രി ഇപ്പോൾ എല്ലാ വിള്ളലുകളും വക്രങ്ങളും പിഗ്മെന്റ് സ്ട്രോക്കുകളും മില്ലിമീറ്റർ കൃത്യതയോടെ പകർത്തുന്നു. 2024 ഭീംബട്ക ഗുഹാ പദ്ധതിയിൽ മുമ്പ് പ്രവേശിക്കാൻ കഴിയാത്ത അറകളുടെ വിശദമായ 3D മോഡലുകൾ സൃഷ്ടിക്കാൻ ലിഡാർ ഘടിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചു. നൂറ്റാണ്ടുകളായി കണ്ടെത്തലിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്ന മറഞ്ഞിരുന്ന പെയിന്റിങ്ങുകൾ ഈ മോഡലുകൾ വെളിപ്പെടുത്തി. ഈ 3D മോഡലുകൾ RTI അതായത് റിഫ്ലക്ഷൻ ട്രാൻസ്ഫോർമേഷൻ ഇമേജിംഗ് ഉപയോഗിച്ച് മെച്ചപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത്. നഗ്ന നേതൃത്വങ്ങൾക്ക് അദൃശ്യമായ മങ്ങിയ പിഗ്മെന്റുകൾ തുറന്നു കാട്ടുന്നതിനായി ഈ സാങ്കേതിക വിദ്യ വെർച്വൽ പ്രകാശ സ്രോതസ്സുകളെ കൈകാര്യം ചെയ്യുന്നു. അജന്തയിൽ ഈ സമീപനം ദൃശ്യമായ പെയിന്റിങ്ങുകൾക്ക് താഴെയായി പ്രേതചിത്രങ്ങൾ കണ്ടെത്തി കലാകാരന്മാർ വരച്ച മുൻകാല ഡ്രാഫ്റ്റുകൾ. പിഗ്മെന്റുകളുടെ സ്പെക്ട്രോസ്കോപ്പിക് വിശകലനം. ചരിത്രാതീത കാലത്തെ ഇന്ത്യൻ കലാകാരന്മാരുടെ പാലറ്റ് അവരുടെ വർണ്ണ മുൻഗണനകളെക്കാൾ കൂടുതൽ നമ്മെ പഠിപ്പിക്കുന്നു. പോർട്ടബിൾ എക്സ്റേ ഫ്ലോറസെന്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കലാസൃഷ്ടിക്ക് കേടുപാടുകൾ വരുത്താതെ തന്നെ രാസഘടനകൾ തിരിച്ചറിയാൻ ഗവേഷകർക്ക് ഇപ്പോൾ കഴിയും. മധ്യപ്രദേശ് ഗുഹകളിൽ നിന്നുള്ള ചുവന്ന ഓച്ചർ വിശകലനം ചെയ്ത് 30 കിലോമീറ്ററിലധികം അകലെയുള്ള പ്രത്യേക ധാതു നിക്ഷേപങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതോടെയാണ് ഒരു വഴിത്തിരിവുണ്ടായത്. കാലത്തെ സമൂഹങ്ങൾ അവരുടെ കലാസാമഗ്രികൾക്കായി ഗണ്യമായ ദൂരം സഞ്ചരിച്ചിരുന്നുവെന്നത് തെളിയിക്കുന്നു. രാമൻ സ്പെക്ട്രോസ്കോപ്പി മറ്റൊരു വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടാക്കിയത്. ധാതു പിഗ്മെന്റുകളുമായി കലർത്തിയ ജൈവ ബൈൻഡറുകളെ ഈ സാങ്കേതിക വിദ്യ തിരിച്ചറിഞ്ഞു. ഇത് വസ്തുക്കളെക്കുറിച്ചുള്ള സങ്കീർണമായ അറിവ് വെളിപ്പെടുത്തുന്നു. പ്രോട്ടീൻ അധിഷ്ഠിത ബൈൻഡറുകളുടെ കണ്ടെത്തൽ ചരിത്രാതീത കലാകാരന്മാർക്ക് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള അവരുടെ സൃഷ്ടികൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് മനസ്സിലായി എന്ന് സൂചിപ്പിക്കുന്നു. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള പാറ്റേൺ തിരിച്ചറിയൽ.
നൂറ്റാണ്ടുകളായി മനുഷ്യർക്ക് നഷ്ടപ്പെട്ട ഇന്ത്യൻ ഗുഹാചിത്രങ്ങളിലെ പാറ്റേണുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതങ്ങൾ കണ്ടെത്തുന്നു. ആയിരക്കണക്കിന് ഗുഹാചിത്രങ്ങളിൽ പരിശീലിപ്പിച്ച മെഷീൻ ലേണിംഗ് മോഡലുകൾ ഇപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിലുടനീളം ആവർത്തിച്ചിട്ടുള്ള ചിഹ്നങ്ങളെ തിരിച്ചറിയുന്നു. 2023 നൂറുകണക്കിന് കിലോമീറ്ററുകളും ആയിരക്കണക്കിന് വർഷങ്ങളും കൊണ്ട് വേർതിരിച്ച സ്റ്റൈലുകളിൽ ഉടനീളം ആവർത്തിക്കുന്ന ഒരു നക്ഷത്ര സമൂഹ പാറ്റേൺ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം തിരിച്ചറിഞ്ഞു. ഏറ്റവും ആവേശകരമായ പ്രയോഗം ഏതാണ്? വ്യത്യസ്ത വ്യക്തികളുടെ കൈമുദ്രകൾ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുന്ന ന്യൂറൽ നെറ്റ്വർക്കുകൾ. ഈ സാങ്കേതികവിദ്യ ഒന്നിലധികം സൈറ്റുകളിൽ ഉടനീളം നിർദ്ദിഷ്ട ആർട്ടിസ്റ്റ് ഒപ്പുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചില ചരിത്രാതീത കലാകാരന്മാർ ഒന്നിലധികം സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന സഞ്ചാര കലാകാരന്മാരായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ട്രേസ് പിഗ്മെന്റുകൾ വിശകലനം ചെയ്തും യഥാർത്ഥ ഡിസൈനുകൾ ശ്രദ്ധേയമായ കൃത്യതയോടെ പ്രവചിച്ചും കമ്പ്യൂട്ടർ വിഷൻ സിസ്റ്റങ്ങൾ മങ്ങിയ പെയിന്റിങ്ങുകൾ പുനർനിർമ്മിക്കുന്നു. ഗുഹാചിത്രങ്ങളും ഡേറ്റിംഗ് നടത്തുക എന്നാൽ സാമ്പിളുകൾ എടുത്ത് കലാസൃഷ്ടിക്ക് കേടുപാടുകൾ വരുത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. ചിത്രങ്ങളെ സ്പർശിക്കാതെ തന്നെ അവശിഷ്ടപാളികളുടെ കാലപ്പഴക്കം ഒപ്റ്റിക്കൽ സ്റ്റിമുലേറ്റഡ് ലൂമിനസെൻസ് OSL ഇപ്പോൾ കണക്കാക്കുന്നു. മഹാരാഷ്ട്രയിലെ കൊങ്കഡ് ഗുഹകളിൽ OSL ഏകദേശം 10,000 വർഷം പഴക്കമുള്ള കണക്കുകളെ പോലും പിന്തള്ളുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. പോർട്ടബിൾ രാമൻ സ്പെക്ട്രോമീറ്ററുകൾക്ക് ഇപ്പോൾ പിഗ്മെന്റ് ധാതുക്കളുടെ ക്രിസ്റ്റലൈസേഷൻ അളക്കുന്നതിലൂടെ പ്രായം കണക്കാക്കാൻ കഴിയും. കാലക്രമേണ പ്രവചനാതീതമായി സംഭവിക്കാവുന്ന ഒരു പ്രക്രിയ. ഏറ്റവും പുതിയ വഴിത്തിരിവ് ബയോഫിലിം ഡേറ്റിംഗ്. ഗുഹാപ്രതലങ്ങളിലെ സൂക്ഷ്മ ജൈവ വളർച്ച കാലക്രമ അടയാളങ്ങൾ നൽകുന്നു. ജിനോമിക് സീക്വൻസിംഗ് ഉപയോഗിച്ച് വിശകലനം ചെയ്യുമ്പോൾ കലാസൃഷ്ടിയെ ശല്യപ്പെടുത്താതെ ഒരു ജൈവിക ടൈം ലൈൻ സൃഷ്ടിക്കുന്നു. ഈ സാങ്കേതിക വിദ്യകൾ വെറും അക്കാഡമിക് ഉപകരണങ്ങൾ മാത്രമല്ല. ഇന്ത്യയിലെ ചരിത്രാതീത കാലത്തെ കലാകാരന്മാർ നമ്മൾ ഒരിക്കൽ സങ്കല്പിച്ചതിനും വളരെ സങ്കീർണരും പരസ്പര ബന്ധിതരും സാങ്കേതികമായി പുരോഗമിച്ചവരുമായിരുന്നുവെന്ന് അവ വെളിപ്പെടുത്തുന്നു. ഇന്ത്യയുടെ കലാപൈതൃകം സംരക്ഷിക്കലിന്റെ വെല്ലുവിളികൾ എന്താണ്? അതിൽ പ്രധാനപ്പെട്ടത് ഗുഹാചിത്രങ്ങൾക്കുള്ള പാരിസ്ഥിതിക ഭീഷണികൾ. ഈ പുരാതന കലാസൃഷ്ടികൾ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവ അഭൂതപൂർവമായ വെല്ലുവിളികളെ നേരിടുന്നു. ഇന്ത്യയുടെ ഗുഹാചിത്രങ്ങളുടെ നിശബ്ദ വിനാശകനാണ് കാലാവസ്ഥാ വ്യതിയാനം. വർദ്ധിച്ചു വരുന്ന താപനിലയും മാറിക്കൊണ്ടിരിക്കുന്ന മഴയുടെ രീതികളും സ്വാഭാവിക കാലാവസ്ഥാ പ്രക്രിയയെ ത്വരിതപ്പെടുത്തി. ഇത് ഭീംബെട്ക മുതൽ അജന്ത വരെയുള്ള സ്ഥലങ്ങളിൽ അടരുകളിലേക്കും നിറമങ്ങളിലേക്കും നയിക്കുന്നു. ഈർപ്പം ഒരുപക്ഷെ ഏറ്റവും വലിയ ശത്രുവാണ്. മഴക്കാലത്ത് പാറവിള്ളലുകളിലൂടെ വെള്ളമൊഴുകുന്നത് ആൽഗകൾ, ഫംഗസുകൾ, ലൈക്കണുകൾ എന്നിവ ദോഷകരമായ പ്രജനന കേന്ദ്രം സൃഷ്ടിക്കുന്നു. നമ്മുടെ പൂർവികർ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ചിരുന്ന പിഗ്മെന്റുകളെ ഈ ജീവികൾ അക്ഷരാർത്ഥത്തിൽ തിന്നു തീർക്കുന്നു. വായുമലിനീകരണം ഈ വിദൂര സ്ഥലങ്ങളെയും വെറുതെ വിടുന്നില്ല. സമീപത്തുള്ള വ്യവസായ മേഖലകളിൽ നിന്നുള്ള ആസിഡ് മഴയും കണികാ പദാർത്ഥങ്ങളും പെയിന്റിങ്ങുകളുടെ പ്രതലത്തിൽ അടിഞ്ഞുകൂടുകയും ധാതു പിഗ്മെന്റുകളെ രാസപരമായി മാറ്റുകയും ചെയ്യുന്നു. എല്ലോറയിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഇല്ലാതിരുന്ന ചില നശീകരണ കാരണങ്ങൾ സംരക്ഷകർ ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ സൂക്ഷ്മാണുക്കളുടെ നിശബ്ദ ഭീഷണിയുമുണ്ട്. വവ്വാലുകളുടെ കോളനികൾ ഗുഹ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രധാനമാണെങ്കിലും സൂക്ഷ്മജീവികളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന കാഷ്ടം അവ അവശേഷിപ്പിക്കുന്നു. പുരാതന പെയിന്റിങ്ങുകളിലെ ജൈവ ഘടകങ്ങളെ ഈ സൂക്ഷ്മാണുക്കൾ പതിയെ ഇല്ലാതാക്കുന്നു. ശരിക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഹൃദയഭേദകം തന്നെയാണ്. ടൂറിസം ആഘാതവും സ്ഥിര സന്ദർശനങ്ങളും. ഇന്ത്യയിലെ ഗുഹാചിത്രങ്ങൾക്ക് ബഹുജന വിനോദസഞ്ചാരം ഇരുതല മൂർച്ചയുള്ള വാളാണ്. തീർച്ചയായും ഈ സ്ഥലങ്ങൾ കാണാനും ആസ്വദിക്കാനും അർഹമാണ്. പക്ഷേ അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ശ്വസിക്കുക എന്ന ലളിതമായ പ്രവൃത്തി ഗുഹാപരിസരത്തിലേക്ക് ഈർപ്പവും കാർബൺ ഡൈ ഓക്സൈഡും കൊണ്ടുവരുന്നു. അജന്ത പോലുള്ള ജനപ്രിയ സ്ഥലങ്ങളിലേക്ക് ദിവസേന നൂറുകണക്കിന് സന്ദർശകർ എത്തുന്നതിനാൽ ഇതൊരു മൈക്രോ ക്ലൈമറ്റ് സൃഷ്ടിക്കുന്നു. ഇത് ജീർണതയെ വേഗത്തിലാക്കുന്നു. സ്പർശനം പാടില്ല എന്ന അടയാളങ്ങൾ ഉണ്ടായിട്ടും എണ്ണമറ്റ വിരൽത്തുമ്പുകളിൽ നിന്നുള്ള ഈ എണ്ണകൾ ഭീംബെട്കയിലെ ചിത്രങ്ങളുടെ ഭാഗങ്ങൾ ശാശ്വതമായി നശിപ്പിച്ചു. ക്യാമറ ഫ്ലാഷുകളും മറ്റൊരു കാരണമാണ്. തീവ്രമായ പ്രകാശം പിഗ്മെന്റ് ഫോട്ടോ ഡീഗ്രേഷന് കാരണമാകുന്നു. അടിസ്ഥാനപരമായി ഓരോ അനധികൃത സ്നാപ്ഷോട്ടിലും നിറങ്ങൾ ബ്ലീച്ച് ചെയ്യപ്പെടുന്നു. ചില സൈറ്റുകളിൽ ഈ കേടുപാടുകൾ ഏറ്റവും ഗുരുതരമായ സ്ഥലത്ത് നിങ്ങൾക്ക് പാടുകൾ പോലുള്ള നിറവ്യത്യാസം കാണാൻ കഴിയും.
ചില സ്ഥലങ്ങൾ ഇപ്പോൾ വെർച്വൽ ടൂറുകളും ഏറ്റവും ദുർബലമായ ചിത്രങ്ങളുടെ വിശദമായ പകർപ്പുകളും വാഗ്ദാനം ചെയ്യുന്നു. എല്ലോറയുടെ വ്യാഖ്യാന കേന്ദ്രം സന്ദർശകർക്ക് ഉയർന്ന റെസൊല്യൂഷൻ ഡിസ്പ്ലേകളിലൂടെ ഒറിജിനലുകളെ അപകടപ്പെടുത്താതെ കല അനുഭവിക്കാൻ അനുവദിക്കുന്നു. ഏറ്റവും വിജയകരമായ സമീപനം വിദ്യാഭ്യാസം. വിനോദസഞ്ചാരികൾ കാണുന്നതിന്റെ പകരം വയ്ക്കാനാവാത്ത മൂല്യം മനസ്സിലാക്കുമ്പോൾ അവർ പ്രശ്നമല്ല, സംരക്ഷണ പരിഹാരത്തിന്റെ ഭാഗമായി മാറുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം. ഈ പുരാതന സ്ഥലങ്ങൾക്ക് സമീപം താമസിക്കുന്ന ആളുകൾ ഏറ്റവും നല്ല സംരക്ഷകരായി മാറിയിരിക്കുന്നു. ഭീംബെട്കയെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രാമങ്ങളിൽ സംശയാസ്പദമായ പ്രവർത്തനങ്ങളോ പാരിസ്ഥിതിക ഭീഷണികളോ ഉണ്ടായാൽ അധികാരികളെ അറിയിക്കാൻ തദ്ദേശവാസികൾ അനൗദ്യോഗിക കാവൽക്കാരായി പ്രവർത്തിക്കുന്നു. ഈ സമൂഹങ്ങൾക്ക് വിലമതിക്കാനാവാത്ത പരമ്പരാഗത അറിവുണ്ട്. മധ്യപ്രദേശിൽ ഗോത്രമൂപ്പന്മാർ സംരക്ഷകരെ യഥാർത്ഥ പിഗ്മെന്റുകളിൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത വസ്തുക്കൾ തിരിച്ചറിയാൻ സഹായിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ആധികാരികമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സഹായമായി. സീസണൽ പാറ്റേണുകളെ കുറിച്ചുള്ള അവരുടെ ഉൾക്കാഴ്ചകൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ പ്രവചിക്കാനും തടയാനും സഹായിക്കുന്നു. മഹാരാഷ്ട്രയിലെ ഗുഹാകേന്ദ്രങ്ങൾക്ക് സമീപമുള്ള വാർലി ഗോത്രം ഇത് മനോഹരമായി തന്നെ പ്രകടമാക്കുന്നുണ്ട്. സമീപത്തെ ചരിത്രാതീത ചിത്രങ്ങളുമായി ശ്രദ്ധേയമായി സാമ്യമുള്ള കലാപാരമ്പര്യങ്ങൾ അവർ നിലനിർത്തുന്നു. ഭൂതകാലത്തിന്റെ ഒരു ജീവസുറ്റ ബന്ധം സൃഷ്ടിക്കുന്നു. അവരുടെ ഇടപെടൽ സംരക്ഷണത്തെ പൂർണ്ണമായും ശാസ്ത്രീയമായ ഒരു ശ്രമത്തിൽ നിന്ന് സാംസ്കാരിക പുനരുജ്ജീവനത്തിലേക്ക് മാറ്റി. സംരക്ഷണം സാമ്പത്തിക നേട്ടങ്ങൾ നൽകുമ്പോൾ പ്രാദേശികമായി ജീവിത നിലവാരങ്ങൾ മെച്ചപ്പെടുന്നു. ഗുഹാകലയുടെ രൂപങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കരകൗശല സംരംഭങ്ങൾ അവബോധം വളർത്തിയെടുക്കുന്നതിനൊപ്പം ഉപജീവന മാർഗങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സമൂഹങ്ങൾ ഇപ്പോൾ ഈ തലമുറയുടെ അയൽക്കാരായി മാത്രമല്ല, അവരുടെ യഥാർത്ഥ കാര്യസ്ഥരായും തങ്ങളെ കാണുന്നു. ഭാവി തലമുറകൾക്കായുള്ള ഡിജിറ്റൽ സംരക്ഷണം. ഇന്ത്യയുടെ ചരിത്രാതീത കലയെ സംരക്ഷിക്കുന്ന രീതിയിൽ സാങ്കേതിക വിദ്യ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. നൂതനമായ ഫോട്ടോമെട്രിയും 3D സ്കാനിങ്ങും ഇപ്പോൾ ഈ ചിത്രങ്ങളുടെ ഓരോ മില്ലിമീറ്ററും സൂക്ഷ്മതലത്തിൽ നല്ല റെസൊല്യൂഷനിൽ പകർത്തുന്നു. അവയുടെ ഭൗതിക രൂപങ്ങൾ വഷളാകും തോറും അവയെ ഡിജിറ്റലായി നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നു. ഇതിലൂടെ 2023 ആരംഭിച്ച ഡിജിറ്റൽ കേവ് ആർക്കൈവ് ഓഫ് ഇന്ത്യയിൽ ടെറാബൈറ്റ് കണക്കിന് അൾട്രാ ഹൈ ഡെഫിനിഷൻ ഇമേജറികൾ അടങ്ങിയിരിക്കുന്നു. ഇവ വെറും മനോഹരമായ ചിത്രങ്ങളല്ല, ഇവ സംരക്ഷകർക്ക് അഭൂതപൂർവമായ കൃത്യതയോടെ നശീകരണങ്ങൾ ട്രാക്ക് ചെയ്യാൻ അനുവദിക്കുന്ന ശാസ്ത്രീയ അടിസ്ഥാന രേഖകളാണ്. മാസങ്ങൾ ഇടവിട്ടെടുത്ത സ്കാനുകൾ താരതമ്യം ചെയ്യുമ്പോൾ നഗ്ന നേത്രങ്ങൾക്ക് അദൃശ്യമായ മാറ്റങ്ങൾ വെളിപ്പെടുന്നു. വെർച്വൽ റിയാലിറ്റി ഈ സൈറ്റുകളെ കുറിച്ചുള്ള വിദ്യാഭ്യാസത്തെ മാറ്റിമറിച്ചു. മുംബൈ മുതൽ മിനസോട്ട വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഭീംബെട്കയിലൂടെ സഞ്ചരിക്കാൻ കഴിയും. യഥാർത്ഥ കാര്യങ്ങളിൽ നിന്ന് തങ്ങൾ വെറും സെന്റിമീറ്ററുകൾ മാത്രം അകലെയാണെന്ന മട്ടിൽ ഓരോ ബ്രഷ് സ്ട്രോക്കും എവിടെയിരുന്നും നമുക്കിനി പരിശോധിക്കാം. ഏറ്റവും വിപ്ലവകരമായ പദ്ധതികൾ ഡിജിറ്റൽ, ഭൗതിക സംരക്ഷണം എന്നിവ സംയോജിക്കുന്നു. അജന്തയിൽ നോൺ ഇൻവേസീവ് സ്പെക്ട്രോസ്കോപ്പിക് വിശകലനം യഥാർത്ഥ പിഗ്മെന്റുകളുടെ കൃത്യമായ ധാതുഘടന തിരിച്ചറിഞ്ഞു. ഇത് ഓരോ രാസ പ്രൊഫൈലിനും അനുയോജ്യമായ സ്ഥിരതയുള്ള ട്രീറ്റ്മെന്റുകൾ വികസിപ്പിക്കാൻ സംരക്ഷണവാദികളെ അനുവദിക്കുന്നു. ഈ ഡിജിറ്റൽ ഇരട്ടകൾ എപ്പോഴെങ്കിലും ഒറിജിനലുകളെ മാറ്റിസ്ഥാപിക്കുമോ? തീർച്ചയായും ഇല്ല. എന്നാൽ ഏറ്റവും മോശം സംഭവിച്ചാലും കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം അല്ലെങ്കിൽ മനുഷ്യന്റെ അശ്രദ്ധ എന്നിവ ഈ പകരം വയ്ക്കാനാവാത്ത നിധികൾ കൈവശപ്പെടുത്തിയാലും അവരുടെ സന്ദേശങ്ങൾ കാലക്രമേണ നഷ്ടപ്പെടത്തില്ലെന്ന് ആധുനിക ശാസ്ത്രം ഉറപ്പാക്കുന്നു. പുരാതന ശബ്ദങ്ങളുടെ കല. ഉപസംഹാരം. ഇന്ത്യയിലെ ഗുഹാചിത്രങ്ങൾ സഹസ്രാബ്ദങ്ങളിലുടനീളം മനുഷ്യന്റെ സർഗാത്മകതയ്ക്കും ആത്മീയ ആവിഷ്കാരത്തിനും അസാധാരണമായ ഒരു സാക്ഷ്യമാണ്. ഭീംബെട്കയുടെ ചരിത്രാതീത മാസ്റ്റർ പീസുകൾ മുതൽ അജന്തയുടെ സങ്കീർണമായ രചനകൾ വരെ ഈ പുരാതന കലാസൃഷ്ടികൾ മനുഷ്യന്റെ ആവിഷ്കാരത്തിന്റെയും വിശ്വാസ വ്യവസ്ഥകളുടെയും ദൈനംദിന ജീവിതത്തിന്റെയും ശ്രദ്ധേയമായ യാത്ര വെളിപ്പെടുത്തുന്നു. അവയുടെ ചിഹ്നങ്ങൾ, പിഗ്മെന്റുകൾ, കലാപരമായ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ സൂക്ഷ്മമായ പഠനത്തിലൂടെ ഗവേഷകർ നമ്മുടെ പൂർവികരെ കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ അനാവരണം ചെയ്യുന്നത് തുടരുന്നു. അതേസമയം ആധുനിക സാങ്കേതിക വിദ്യ ഈ ദുർബലമായ നിധികൾ രേഖപ്പെടുത്താനും മനസ്സിലാക്കാനും അഭൂതപൂർവമായ അവസരങ്ങൾ നൽകുന്നു. ഈ പുരാതന സന്ദേശങ്ങളിൽ നാം അത്ഭുതപ്പെടുമ്പോൾ ഈ മാറ്റാനാകാത്ത പൈതൃകത്തിന്റെ താൽക്കാലിക സംരക്ഷകർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം നാം തിരിച്ചറിയണം.
ഗുഹാഭിത്തികളിൽ കൊത്തിയെടുത്തതും വരച്ചതുമായ കഥകൾ കാലത്തിൻ്റെയും സാംസ്കാരിക അതിരുകളുടെയും അതിരുകൾ മറികടന്ന് നമ്മുടെ പങ്കിട്ട മനുഷ്യചരിത്രവുമായി ചേർന്ന് നമ്മെ ബന്ധിപ്പിക്കുന്നു. സംരക്ഷണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിലൂടെയും ഉത്തരവാദിത്ത ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും കൂടുതൽ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഇന്ത്യയുടെ അസാധാരണമായ ഗുഹാചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ ഭാവി തലമുറകൾക്ക് മനസ്സിലാകാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു. പുരാതന ശബ്ദങ്ങൾ യുഗങ്ങളിലുടനീളം വ്യക്തമായി സംസാരിക്കാൻ അനുവദിക്കുന്നു.